നമുക്ക് ഈ നീറ്റ് റിസൾട്ട് വന്നപ്പോൾ തൊട്ട് വരുന്ന സംശയങ്ങളുടെ ഒരു മേജർ പോർഷനാണ്. അതുപോലെ തന്നെ ഈ അതായത് ലാറ്റിൻ കാത്തലിക്, അതുപോലെ തന്നെ CF ചിൽഡ്രൻ ഓഫ് ഫിഷർമെൻ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കുറേ ഡൗട്ടുകൾ, അവരറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അതെ, CF കാറ്റഗറിയിൽപ്പെട്ട കൂടുതൽ സ്റ്റുഡൻസും എല്ലാ റിസർവേഷന് എലിജിബിൾ ആയ സ്റ്റുഡൻസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ LAയിലുള്ള സ്റ്റുഡൻസ് ആണ് കൂടുതലും CF കാറ്റഗറിയിൽ വരുന്നതെന്ന് തോന്നുന്നു. അതെ, അത് നമുക്ക് എലിജിബിൾ ആവണോ എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നോൺ ക്രീമിലർ ഡോക്ടർ പറഞ്ഞാൽ കേരളത്തിലെ ഏത് ഡോക്യുമെൻ്റ് ഇപ്പം OBCയിൽ വരുന്ന ഏത് കാറ്റഗറി, ഇപ്പോൾ ഈഴവ ആയിക്കോട്ടെ ലാറ്റിൻ കാത്തലിക് ആയിട്ട്, ആ റിസർവേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് നോൺ ക്രീമിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് LAയുടെയോ ഈഴവയുടെയോ റിസർവേഷൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. അത് ഈ CFകാരെ സംബന്ധിച്ച് മിക്കപ്പോഴും അവർക്ക് പ്രശ്നം സംഭവിക്കുന്നതാണല്ലോ. അവർ സെലക്ട് ചെയ്യുന്ന കാറ്റഗറി, ഇപ്പം മുസ്ലിംസ് ആണെങ്കിൽ തന്നെ MM കാറ്റഗറി ഉണ്ട്, MU കാറ്റഗറി ഉണ്ട് അല്ലേ. അതിൽ തന്നെ MM കാറ്റഗറി ത്രൂ ആണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് നോർമലി ഒരു ജനറൽ കാറ്റഗറിയിൽ അടയ്ക്കുന്ന കുട്ടി അതൊക്കെ ഫീസ് അടയ്ക്കണതൊക്കെ അടയ്ക്കേണ്ടതായിട്ട് വരും. അതെ, ഗവൺമെൻറ് കൊടുക്കുന്ന എന്ത് സ്കോളർഷിപ്പും കിട്ടണമെങ്കിൽ നമ്മൾ മൈനോറിറ്റി കോട്ടയിലോ അല്ലെങ്കിൽ AC കോട്ടയിലോ, ഈ ലാറ്റിൻ കാത്തലിക്കിനെ സംബന്ധിച്ച് സംഭവിക്കുന്നതാണ്, AC കോട്ടയിൽ ചിലപ്പോൾ സീറ്റ് എടുക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഡെൻ്റൽ കോളേജ് ഉണ്ടെങ്കിൽ അവിടുത്തെ മാനേജ്മെൻറ്റ് ക്രിസ്ത്യൻ ആണെങ്കിൽ അവിടെ AC കോട്ട ഉണ്ടാവും. ആ AC കോട്ടയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാലോ, മുസ്ലിം മൈനോറിറ്റി പെട്ടവർ ഈ പറഞ്ഞ MM കാറ്റഗറിയിൽ എടുത്തു കഴിഞ്ഞാലോ അവർക്ക് ഓപ്ഷൻ വെക്കുമ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ് നമ്മുടെ ഈ ഫീസ് കൺസെഷൻ കിട്ടത്തില്ല. എന്താണ്, അവരുടെ ട്യൂഷൻ ഫീസ് എൻറ്റയർലി വേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കാറ്റഗറിയിലാണ് അവർ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഈ ഫീ കൺസെഷൻ 100% നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഈ ലാറ്റിൻ വിഭാഗത്തിലുള്ളവർ കട്ട് ഓഫിനെ പറ്റി പറയുകയാണെങ്കിൽ MBBSൻ്റെ ഏകദേശം പൊതുവെ OBC കട്ട് ഓഫ് തന്നെയാണ് ഏകദേശം ഒരു 11,000 ഒക്കെയാണ് MBBSനായിട്ട് പ്രൈവറ്റ് സെക്ടറിൽ വരുന്നത്. അത് കേരളത്തിലൊരു പ്രൈവറ്റ് സെക്ടറിൽ കേരള റാങ്ക് വേണ്ടി വരുന്ന അറൗണ്ട് ഒരു 11,000 അതെ. അതേസമയം BDSൻ്റെ കേസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ നമുക്ക് അങ്ങനെ ഒരു അണ്ടർ കട്ട് ഓഫ് പറയാൻ പറ്റില്ലായിരിക്കും അല്ലേ. OBC മാർക്ക് ക്വാളിഫൈഡ് ആർക്കും തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ വരെ ഏതെങ്കിലും കോളേജിൽ ഡെൻ്റലിന് കിട്ടിയിട്ടുണ്ട്, BAMSന് കിട്ടിയിട്ടുണ്ട്. BDSനും BAMSനും ഈ പറയുന്ന അതുപോലെ CF വിഭാഗത്തിലുള്ളവർക്കൊക്കെ തന്നെ. അതെ, ഈ CF വിഭാഗത്തിലുള്ളവർ ആക്ച്വലി നല്ല കോളേജ് നോക്കി ഫുൾ ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻസ് നമ്മൾ ത്രൂ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്. CFകാർക്കാണ് ഇതിനകത്തൊരു അബദ്ധം പറ്റാം, നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ അല്ലേ. ഗവൺമെൻറ് കാറ്റഗറി റിസർവേഷനിൽ തന്നെ ഇവർ കൊടുത്തില്ലെങ്കിൽ അതെ അവർക്ക് ലക്ഷങ്ങളുടെ എൻ്റെ ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടി വരും. മറ്റാണ് നമ്മൾ ത്രൂ എൻറ്റയർലി വേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. 0 ഫീസിൽ പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉള്ളത് ഇവർ ഫുൾ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഓപ്ഷനിലേക്കൊക്കെ പോകും. അല്ലെങ്കിൽ ഈ അടുത്ത ഒരു വർഷം നമുക്ക് പഠിക്കാൻ പറ്റാണ്ടുള്ള ഓപ്ഷനിലേക്കൊക്കെ പോകും. അതെ, സോ വൈസായിട്ട് ഓപ്ഷൻസ് വെക്കുക. പ്രത്യേകിച്ച് CF കാറ്റഗറിയിലുള്ളവർക്ക് 100% വേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ട്യൂഷൻ ഫീസ് അല്ലേ കംപ്ലീറ്റ്ലി നമുക്ക് പൊതുവേ ഗവൺമെൻറ് കൊടുക്കുന്ന ട്യൂഷൻ ഫീസാണ് 100% വേവ് ചെയ്യുന്നത്. നമ്മൾ ത്രൂ ആണെങ്കിൽ എൻറ്റയർലി 0 ഫീസിൽ വിത്തൗട്ട് ഹോസ്റ്റൽ പോലും പഠിക്കാനുള്ള ഓപ്ഷൻസ്. അതെ, അപ്പോൾ ഈ CF അതുപോലെ എല്ലാ കാറ്റഗറിയിലുള്ള നീറ്റ് ക്വാളിഫൈഡ് ആയിട്ട് ആർക്കും BDSും അതുപോലെ തന്നെ BAMSും ട്യൂഷൻ ഫീ എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി ഗവൺമെൻറ് ഫ്രീ ആക്കി തരുന്നുണ്ട്. നമുക്കത് കൂടാതെ വരുന്ന എക്സ്ട്രാ ഫീ നമ്മൾ ത്രൂ കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ കോളേജുകളിലും അല്ലേ ഫ്രീ ആക്കി വേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതായിട്ട് ബന്ധപ്പെട്ടോ BDS ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു വാട്സപ്പ് ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമുക്ക് താഴെ കൊടുക്കുക. അതുപോലെ തന്നെ BDS BAMS ആയിട്ട് ബന്ധപ്പെട്ട ഒരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്കോപ്പ് കാര്യങ്ങളെല്ലാം സംബന്ധിച്ചുള്ള വെബിനാർസ്, ആ ഒരു ഫീൽഡിൽ എക്സ്പെർട്ടായ ആളുകളുടെ വെബിനാർസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ആയിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഫീൽ ഫ്രീ ടു കോൺടാക്ട് us. താങ്ക് യു.